നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കേരളീയർക്ക് സദ്യയോടൊപ്പം ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് പുളിയിഞ്ചി അല്ലെങ്കിൽ പുളിങ്കറി. പലരും വിവിധ ടേസ്റ്റിലാണിത് തയ്യാറാക്കാറുള്ളത്. ഞാനിവിടെ ഒരു വെറൈറ്റി പുളിയിഞ്ചി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 മീഡിയം വലുപ്പത്തിലുള്ള ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി. കുടംപുളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ വീതം ജീരകം, അരി, ഉലുവ. പിന്നെ ശർക്കര വലിയ അണി ആയതുകൊണ്ട് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒരു വറ്റൽമുളക്, ഒരു പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിനു പുറമെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും മതി. നമുക്കിനി എടുത്തു വെച്ച പുളി അല്പം ചൂടുള്ള വെള്ളത്തിലിട്ട് വയ്ക്കാം. ചൂടുവെള്ളത്തിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാമല്ലോ. പുളിയൊന്ന് പുതരുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ച അരി, ജീരകം, ഉലുവ ഇവ ഓരോന്നായിട്ട് ചട്ടിയിലിട്ട് വറുത്ത് തണയാനായിട്ട് മാറ്റി വയ്ക്കാം. പുളിയിഞ്ചി തയ്യാറാക്കാനായി പാൻ അടുപ്പിലേക്ക് വെക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. നല്ലെണ്ണയാണ് കുറച്ചുകൂടി നല്ലത്. ഇതിലേക്ക് അല്പം കടുകും ഒരു വറ്റൽമുളകും ചേർത്ത് വറുക്കാം. ഇനി ഇതിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് അരിച്ചു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി ഒന്ന് പാകമാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മധുരത്തിനുള്ള ശർക്കര പൊടിച്ച് ചേർക്കാം. ശർക്കര വേണമെങ്കിൽ കുറുക്കി പാനിയാക്കി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കാം. ഞങ്ങൾക്ക് ഈ അളവാണ് പാകം. ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നേരത്തെ വറുത്ത് വെച്ചതൊക്കെ ഒന്ന് ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇത് നല്ലോണം പൊടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പൊടികൾ നമുക്ക് പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തിളക്കിയപ്പം ഇതൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി വെള്ളം കൂടിപ്പോയി എന്നാണെങ്കിൽ കുറച്ചുകൂടി പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കിയാൽ മതി. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്, ഇറക്കി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.